2026 തെരഞ്ഞെടുപ്പ് വരാനിരിക്കുമ്പോൾ വീണ്ടും CPM BJP അന്തർധാര ശക്തമാവുകയാണല്ലോ. അതിനൊരു ഉദാഹരണം പോലെയാണല്ലോ ഇപ്പൊ പറഞ്ഞത്. പറവൂരില് BJPക്ക് സ്ഥാനാർത്ഥി ഉണ്ടാകില്ല, ഹരിപ്പാട് ചെന്നിത്തലയെ തോൽപ്പിക്കുക, മുരളീധരനെ തോൽപ്പിക്കുക. അപ്പം ഇതൊക്കെ സാധ്യമാകണമെങ്കിൽ ഇവര് രണ്ട് കക്ഷികളും ഒരുമിച്ച് നിന്നാലല്ലേ സാധ്യമാകൂ? അത് പുതുമയുള്ള കാര്യമൊന്നുമല്ല. മുൻപ് പല തെരഞ്ഞെടുപ്പുകളിലും പറയുന്ന പോലെ CPM BJP ഡീല് കേരള ജനത കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പല മണ്ഡലങ്ങളിലും കോൺഗ്രസിനെ തോൽപ്പിക്കാനായിട്ട് BJP ഇതേപോലെ തന്നെ CPM-ഉമായിട്ട് കൂട്ടുചേരുകയും അവർക്കൊരു തുടർഭരണം സാധ്യമാക്കി കൊടുക്കുകയും ഒക്കെ ചെയ്ത കാഴ്ച നമുക്ക് മുന്നിലുണ്ട്. ഇപ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ 9-10 വർഷത്തെ CPM-ന്റെ ദുർഭരണത്തിനെതിരായ ഒരു വിധിയെഴുത്തുണ്ടാകുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. CPM തുടച്ചു നീക്കപ്പെടും, LDF ഈ ഭരണത്തിലും തുടച്ചു നീക്കപ്പെടും, തൂത്തെറിയപ്പെടും. UDF-ന്റെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു സർക്കാർ ഇവിടെ അധികാരത്തിൽ എത്താനുള്ള എല്ലാ സാധ്യതകളും നമ്മളിപ്പോൾ കാണുന്നുണ്ട്. അതിനിടയിലാണ് BJP അതിനിടയിലൂടെ നുഴഞ്ഞു കയറാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. അവര് എന്താ പറയുക, അവർക്കൊരു ഊർജം നൽകുന്നത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലുണ്ടായ ഒരു വിജയമാണ്. അതുൾപ്പെടെ ഏതാണ്ട് 9 മണ്ഡലങ്ങളിലോ എങ്ങാണ്ട് അവര് ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. 11 മണ്ഡലങ്ങളിൽ എങ്ങാണ്ട് ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുണ്ട് അവര്. അതിന്റെ ഒരു ആത്മവിശ്വാസമാണ് അവർക്ക് നൽകുന്നത്. അതിന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടാമെന്ന് BJP കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഒക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്ന് നമുക്ക് പറയേണ്ടി വരും. അടുത്തിടയ്ക്കാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇവിടെ വന്നിട്ട് നമ്മളിവിടെ ഭരണം പിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പോയത്. അദ്ദേഹത്തിന് അങ്ങനെ പറഞ്ഞിട്ട് പോയാൽ മതി. അതിന്റെ ബുദ്ധിമുട്ട് ഭരണം പിടിക്കുന്ന പോയിട്ട് ഒരു നിയമസഭാ സീറ്റിൽ ജയിക്കാനുള്ള ബുദ്ധിമുട്ട് കേരളത്തിലെ BJP നേതൃത്വത്തിന് മാത്രമേ അറിയത്തുള്ളൂ. ആകെ അവർക്ക് ഒരു നിയമസഭയിലേക്ക് ജയിക്കാൻ കഴിഞ്ഞത് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ 2016 അന്ന് നേമത്താണ് അവര് ജയിച്ചത്. അതൊരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ പറയുന്ന പോലെ O രാജഗോപാൽ എന്ന വ്യക്തിയോടുള്ള ഒരു അനുകമ്പ, തുടർച്ചയായിട്ട് തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് തോറ്റ് അവസാനം ജയിച്ച ഒരു സാഹചര്യമാണ് അവിടെ നമ്മൾ കണ്ടത്. അതേപോലെ ഒരു ഒറ്റപ്പെട്ട ഒരു സംഭവമായിട്ട് നമുക്ക് തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് ജയത്തെ നമുക്ക് കാണേണ്ടി വരും. അതാണ് നിലവിലെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത്. അത് കണ്ടുകൊണ്ടാണ് കേന്ദ്രത്തിൽ നിന്നും ഇങ്ങോട്ട് പ്രഷർ കൊടുക്കുന്നത്. ഇവിടെ ചന്ദ്രശേഖരൻ നല്ല കോൺഫിഡന്റിലാണല്ലോ പറയുന്നത്. അല്ല, അദ്ദേഹത്തിന് ഇവിടുത്തെ ഗ്രൗണ്ട് പൊളിറ്റിക്സ് അറിയത്തില്ല. അദ്ദേഹം ഇങ്ങോട്ട് വന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് പുറമേയുള്ള കാശ് ഉപരിപ്ലവമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കാര്യങ്ങളുണ്ടല്ലോ, അതുകൊണ്ട് അദ്ദേഹത്തിന് തോന്നുന്നതാണ് ഇവിടെ ഇപ്പോൾ മല മറിച്ച് കളയാമെന്നുള്ളത്. അതൊന്നും നടക്കാൻ പോകുന്ന സംഭവമല്ല. എന്തായാലും ഇപ്പോൾ അവരുടെ ഒരു തീരുമാനമായിട്ട്, അല്ലെങ്കിൽ അവർ ആലോചിക്കുന്നതായിട്ട് പുറത്തു വരുന്ന വിവരങ്ങൾ കോൺഗ്രസിന്റെ നേതാക്കളെ തിരഞ്ഞു പിടിച്ച് തോൽപ്പിക്കുക എന്നതാണ്. ശക്തരായ നേതാക്കളെ, അതിൽ ഒന്നാമത്തെ സ്ഥാനത്തുള്ളത് K മുരളീധരനാണ്. കോൺഗ്രസിന്റെ എക്കാലത്തെയും ശക്തനായ നേതാവാണ്, ക്രൗഡ് പുള്ളറാണ്. എവിടെ ചെന്ന് ഒരു കവലയിൽ പോയി പ്രസംഗിക്കാൻ നേതാവാണ്. ഒരു 10,000 ആൾക്കാരെ കൂട്ടാൻ കഴിവുള്ള ഒരു പ്രാസംഗികനാണ്. വളരെ സരസനാണ്, രസികനാണ്. നല്ല നർമ്മ സംഭാഷണത്തിലൂടെ ജനങ്ങളെ കയ്യിലെടുക്കുന്ന, എതിരാളികളെ നല്ല രീതിയിൽ ആക്ഷേപഹാസ്യത്തിലൂടെ വിമർശിക്കുന്ന ഒരു നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തോടുള്ള അവരുടെ കലിപ്പെന്ന് പറയുന്നത് 2016 അവരവിടെ തുറന്ന അക്കൗണ്ട് 2021 പൂട്ടിച്ചു കൊടുത്തത്, നേമത്ത് പൂട്ടിച്ചു കൊടുത്തത് ഈ പറയുന്ന K മുരളീധരനാണ്. അദ്ദേഹം അവിടെ 3ാം സ്ഥാനത്തേക്ക് പോയി എങ്കിൽ പോലും മുരളീധരൻ അല്ലായിരുന്നുവെങ്കിൽ അവിടെ BJP ജയിച്ചു കയറുമായിരുന്നു. കോൺഗ്രസിന്റെ ഒരു ശക്തി അവിടെ K മുരളീധരൻ എത്തിയതോടുകൂടി അന്ന് തെരഞ്ഞെടുപ്പിന്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ അദ്ദേഹം അവിടെ സ്ഥാനാർത്ഥിയായിട്ട് കാലുകുത്തിയ സമയം മുതൽ അവിടെ വലിയൊരു രാഷ്ട്രീയത്തിലും മാറുകയായിരുന്നു. അപ്പോഴേ BJPക്ക് അവിടെ അപകടം മണത്തു. പിന്നീട് അവർ 3ാം സ്ഥാനത്തേക്ക് അവർ സ്വയം തന്നെ പോയി. അങ്ങനെയാണ് അവരവിടെ തോൽക്കുന്നത്. അപ്പോൾ ആ ഒരു കലിപ്പ് K മുരളീധരനോട് ഉണ്ട്. അദ്ദേഹം എവിടെ ചെന്ന് മത്സരിച്ചാലും അദ്ദേഹത്തെ പുറകെ നടന്ന് തോൽപ്പിക്കുക എന്ന് പറയുന്നതിൽ അവര് ജയിക്കുന്നതിലുപരി പറയുന്ന പോലെ മുരളീധരനെ തോൽപ്പിക്കുക എന്നതാണ്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അവര് മത്സരിക്കാതെ മാറി നിൽക്കുമ്പോൾ CPM-നെ പ്രത്യക്ഷമായി തന്നെ CPM-നെ സഹായിക്കുക എന്നതാണ്. അവർ കൊണ്ട് CPM-ന് വോട്ട് കുത്തിയാൽ മാത്രമേ അവിടെ മുരളീധരൻ തോൽക്കുകയുള്ളൂ. അദ്ദേഹം ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് നമുക്കറിയത്തില്ല. അദ്ദേഹം മത്സരിക്കുമോ എന്ന് നമുക്കറിയത്തില്ല. അദ്ദേഹം അത് മത്സരിച്ചാല് വട്ടിയൂർക്കാവ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മത്സരിച്ചാല് അവരവിടെ എതിർ സ്ഥാനാർത്ഥിയെ അവരുടെ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്താതിരുന്നാൽ എത്രത്തോളം അവര് രാഷ്ട്രീയമായിട്ട് തന്നെ അവർ തോൽക്കുകയാണ് എന്നുള്ള കാര്യം കൂടിയുണ്ട്. കാരണം വട്ടിയൂർക്കാവിൽ അവർക്ക് വലിയ ശക്തി ഉണ്ടെന്ന് അവർ സ്വയം അവകാശപ്പെടുന്ന ഒരു മണ്ഡലമാണ്. മാത്രവുമല്ല, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ അവര് 1ാം സ്ഥാനത്ത് വന്ന മണ്ഡലം കൂടിയാണ് വട്ടിയൂർക്കാവ്. അവിടെ അവരങ്ങനെ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അവർ എത്രത്തോളം കോൺഗ്രസ് വിരോധമാണ് അവർക്കുള്ളത്,
കോൺഗ്രസിനെ തോൽപ്പിക്കാനായിട്ട് CPM-ആയിട്ട് കൈകോർക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവർ പോകും. പിന്നെ മറ്റൊരു മണ്ഡലം എന്ന് പറയുന്നത് നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലമാണ് പറവൂര്. എറണാകുളം ജില്ലയിലെ പറവൂർ മണ്ഡലമാണ്. അവിടെ ഈ പറയുന്ന പോലെ BJP അവിടെ കൂട്ടിയാലൊന്നും കൂടുന്ന ആളല്ല VD സതീശൻ. അദ്ദേഹത്തോടുള്ള ഒരു വിദ്വേഷം എന്ന് പറയുന്നത് അദ്ദേഹം കറകളഞ്ഞ മതേതരവാദിയാണ് എന്നതാണ്. തികഞ്ഞ സംഘി വിരുദ്ധനാണ്, സംഘപരിവാർ വിരുദ്ധനാണ് VD സതീശൻ. നമുക്ക് നോക്കൂ, ഈ കഴിഞ്ഞ 10 വർഷത്തെ കാലയളവിൽ കേരളം ഭരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അദ്ദേഹം ഈ 10 വർഷത്തിനിടയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയോ ആഭ്യന്തരമന്ത്രി അമിത്ഷായെയോ ഈ സംഘപരിവാറിനെയോ ഒന്നും പേരെടുത്ത് അദ്ദേഹം വിമർശിച്ച ഒരു പ്രസ്താവന പോലും നമുക്ക് കാണാൻ കഴിയത്തില്ല. അത് പ്രസ്താവന ഇറക്കമായിരിക്കും. അദ്ദേഹം ഒരു പ്രസംഗത്തിൽ ഈ പറയുന്ന നരേന്ദ്രമോദിയെ പേരെടുത്ത് വിമർശിക്കാൻ അദ്ദേഹത്തിന് നാവ് പൊങ്ങില്ല, അതിനുള്ള ധൈര്യം അദ്ദേഹത്തിന് ഉണ്ടാകാറില്ല. പക്ഷേ ഈ VD സതീശൻ കഴിഞ്ഞ 5 വർഷം മാത്രമേ ആയിട്ടുള്ളൂ അദ്ദേഹം പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് എത്തിയത്. അതിനു മുന്നേ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കാലഘട്ടം തുടങ്ങിയ സമയം മുതൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ എതിർക്കുന്നത്, ഏറ്റവും കൂടുതൽ അദ്ദേഹം വിമർശിക്കുന്നത്, കിട്ടുന്ന അവസരങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം തള്ളിപ്പറയാനും ഒക്കെ തന്നെ ഉപയോഗിക്കുന്ന അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയമാണ്. അദ്ദേഹം മതേതര രാഷ്ട്രീയത്തിന്റെ വക്താവാണ്. അങ്ങനെ എവിടെ കിട്ടിയാലും അദ്ദേഹം ഈ സംഘപരിവാറിനെ എടുത്ത് കൊടയും. ദിവസവും അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്ന ഒരു വ്യക്തിയാണ്. രാവിലെ അദ്ദേഹം കന്റോൺമെന്റ് ഹൗസ് അല്ലെങ്കിൽ എറണാകുളത്ത് അദ്ദേഹം വീട്ടിലാണെങ്കിൽ അവിടെയും മാധ്യമങ്ങളെ അദ്ദേഹം കാണും. അപ്പോൾ അദ്ദേഹം എല്ലാ വിഷയങ്ങളിലും പ്രതികരിക്കാറുണ്ട്. ഈ പറയുന്ന പോലെ ഓരോ വിഷയത്തിലും സംഘപരിവാറിനെതിരെ ശക്തമായ വിമർശനം ഉന്നയിക്കുന്ന. ഏറ്റവും ഒടുവിൽ നമ്മൾ ഈ ഗവർണറുമായി ബന്ധപ്പെട്ട വിഷയം നോക്കിക്കഴിഞ്ഞാൽ, ഈ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞതിന് ശേഷം ഗവർണർ ഈ രാജ്ഭവനിൽ ഒരു പരിപാടി നടത്തി ഇതുമായി ബന്ധപ്പെട്ട്. അവിടെ ഒരു സെമിനാർ നടത്തിയിട്ട് അവിടെ ഈ RSS നേതാവ് ഗുരുമൂർത്തിയെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചു അദ്ദേഹം, ഈ ഗവർണർ. അന്ന് ഈ ഗുരുമൂർത്തി വന്നിട്ട് ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ പ്രകീർത്തിക്കുകയും ഒപ്പം തന്നെ കോൺഗ്രസിന്റെ ജവഹർലാൽ നെഹ്റു മുതലുള്ള പ്രധാനമന്ത്രിമാരെയും എല്ലാം തന്നെ പേരെടുത്ത് പറഞ്ഞ് അദ്ദേഹം വിമർശിക്കുകയും തെറി പറയുകയും ഒക്കെ തന്നെ ചെയ്തു. അന്ന് ഈ വിഷയത്തിൽ രംഗത്ത് വന്ന് ആദ്യം പ്രതികരിച്ചത് പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം അന്നേ പറഞ്ഞു, മുഖ്യമന്ത്രിയോട് പറഞ്ഞു, ഇത്തരം പ്രവണതകൾ അവസാനിപ്പിക്കാൻ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെടണം, അദ്ദേഹം ആവശ്യപ്പെടണം, രാജ്ഭവനെ ഇത്തരത്തിലുള്ള വേദിയാക്കി മാറ്റരുത് എന്ന ഒരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞു. പക്ഷെ മുഖ്യമന്ത്രി ചെവിക്കൊണ്ടില്ല. പിന്നീടാണ് നമ്മൾ കണ്ടു കേരള സർവകലാശാലയുടെ സെനറ്റിലും ഒക്കെ തന്നെ ഭാരതാംബയുടെ ചിത്രമൊക്കെ രാജ്ഭവനിൽ തന്നെ ഭാരതാംബയുടെ ചിത്രം വെച്ചുകൊണ്ട് അവിടെ പോയിട്ട് മന്ത്രി P. പ്രസാദിനുമൊക്കെ ഇറങ്ങി പോരേണ്ടി വന്നു. V. ശിവൻകുട്ടിക്ക് ബഹിഷ്കരിച്ച് പോകേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായി. അപ്പോഴൊന്നും മുഖ്യമന്ത്രി മൗനിയായിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു. പറയേണ്ട സമയത്ത് അദ്ദേഹം ഒന്നും സംഘപരിവാറിനെതിരെ പറയത്തില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ മുഖമുദ്രയായിട്ടുള്ള ഒരു കാര്യം. അപ്പോഴൊക്കെ തന്നെ ഇക്കാര്യത്തിൽ ശക്തമായ നിലപാടെടുക്കുകയും ശക്തമായ പ്രതികരണം നടത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തി VD സതീശനാണ്. അപ്പോൾ ആ ഒരു ദേഷ്യം, ഒരു എന്താ പറയുക, വെറുപ്പ് ഈ പറയുന്ന സംഘപരിവാറിന് ഈ മതേതര ചേരിയുടെ ഭാഗമായ അല്ലെങ്കിൽ മതേതര നേതാവായ VD സതീശനുണ്ട്. അദ്ദേഹത്തെ തോൽപ്പിക്കുമെന്നാണ് പറയുന്നത്. പറവൂർ എന്ന് പറയുന്നത് നമുക്കറിയാം ഇടതുപക്ഷത്തിന്റെ കോട്ടയായിരുന്നു. CPIക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. അവിടെ അദ്ദേഹം 96 മത്സരിക്കാനെത്തി. അദ്ദേഹം അവിടെ തോറ്റു. നേരിയ വോട്ടുകൾക്ക് അദ്ദേഹം അവിടെ തോറ്റു. ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തോൽക്കുകയാണ് ചെയ്തത്. എന്നാൽ അവിടെ തോറ്റ് അദ്ദേഹം ഓടിയില്ല. ഓടിയെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹം തോറ്റ് പിന്മാറിയില്ല. അവിടെ കേന്ദ്രീകരിച്ച് അദ്ദേഹം പ്രവർത്തിക്കുകയാണ് ചെയ്തത്. 2001 മുതലുള്ള തെരഞ്ഞെടുപ്പിൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ എത്ര തെരഞ്ഞെടുപ്പായി? 5 തെരഞ്ഞെടുപ്പുകൾ അങ്ങോട്ടായിട്ടുണ്ട്. ഈ 5 തെരഞ്ഞെടുപ്പിലും അദ്ദേഹം ഓരോ തവണയും ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഈ CPM അല്ലെങ്കിൽ ഇടതുപക്ഷ കോട്ടയിൽ അദ്ദേഹം തന്റെ സ്വാധീനം കേരള ജനതയ്ക്ക് മുന്നിൽ തുറന്നു കാട്ടിക്കൊണ്ടിരിക്കുന്നത്. 5 തെരഞ്ഞെടുപ്പ് തുടർച്ചയായിട്ട് അദ്ദേഹം ജയിക്കുകയാണ്. അവിടെ ഈ പറയുന്നത് പോലെ CPM-ഉം BJP-യും കൂടെ കൈ കോർത്താൽ പോലും അദ്ദേഹത്തിന് ഒരു രോമത്തിൽ തൊടാൻ കഴിയില്ല. അദ്ദേഹം മികച്ച ഭൂരിപക്ഷത്തിൽ തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിലും ജയിച്ചു വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരിക്കും പക്ഷേ കോൺഗ്രസ് വിജയിച്ചു വരിക എന്ന് നമ്മൾ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ കാണുകയാണ്. പിന്നെ മറ്റൊരു മണ്ഡലം എന്ന് പറയുന്നത് എറണാകുളത്ത് തന്നെയുള്ള തൃപ്പൂണിത്തറയാണ്. നോക്കണം, കോൺഗ്രസ് നേതാക്കളെയാണ് ഈ BJP ഉന്നം വയ്ക്കുന്നത്. തൃപ്പൂണിത്തറ ഇപ്പോൾ നിലവിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണ്. അവിടെ K. ബാബുവാണ് MLA. കഴിഞ്ഞ തവണ 2016 സ്വരാജ് അവിടെ K. ബാബുവിനെ തോൽപ്പിച്ചിരുന്നു. ചില ആരോപണങ്ങളുടെയൊക്കെ പേരിലാണ് പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ആ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അവിടെ അദ്ദേഹം തോറ്റുപോകുന്ന ഒരു കാഴ്ച കണ്ടു. എന്നാൽ 2021 അദ്ദേഹം വർദ്ധിത വീര്യത്തോടെ തിരിച്ചു വന്ന് അതേ സ്ഥാനാർത്ഥിയെ തന്നെ തോൽപ്പിച്ച് സിറ്റിംഗ് MLA തന്നെ തോൽപ്പിച്ച് സ്വരാജിനെ തന്നെ തോൽപ്പിച്ച് ആ സീറ്റ് തിരിച്ചു പിടിച്ചു. അവിടെയും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാനുള്ള നീക്കം അവിടെ നടത്തുമെന്നാണ് അവർ പറയുന്നത്. അതൊക്കെ നമുക്ക് കണ്ടറിയാം. കാരണം അത് കോൺഗ്രസിന്റെ ശക്തമായ സ്വാധീനമുള്ള വേരോട്ടമുള്ള ഒരു മണ്ഡലമാണ്. അവിടെ ഈ പറയുന്ന പോലെ CPM-ഉമായിട്ട് ചേരുകയാണ് അവർക്ക് ഈ പറയുന്ന കോൺഗ്രസിനെ തോൽപ്പിക്കണമെങ്കിൽ ചെയ്യേണ്ടി വരുന്നത്. പിന്നീട് മറ്റൊരു മണ്ഡലം ഹരിപ്പാടാണ്. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് കോൺഗ്രസിന്റെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ മണ്ഡലമാണ്. അവിടെയും ഇത് തന്നെയാണ് അവരുടെ വിഷയം. രമേശ് ചെന്നിത്തല തോൽപ്പിക്കാനുള്ള കാരണം കേട്ടാൽ വളരെ രസകരമാണ്. 2021 നേമത്ത്
കോൺഗ്രസ് തോറ്റിട്ടും കോൺഗ്രസ് അവിടെ തോറ്റു. തോറ്റു. പക്ഷേ എങ്കിൽ പോലും രമേശ് ചെന്നിത്തല സന്തോഷിച്ചു. അതിന്റെ കാരണം BJP വിജയിച്ചില്ല, BJPയുടെ അക്കൗണ്ട് പൂട്ടി. അതാണല്ലോ മതേതര കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. അതാണ് രമേശ് ചെന്നിത്തലയുടെ ഒരു വൈരാഗ്യം. അങ്ങനെ അദ്ദേഹം സന്തോഷിച്ചു. BJP തോറ്റതിൽ അദ്ദേഹം സന്തോഷിക്കാമോ? എന്താണ് അതിന്റെ ഒരു ചേതോവികാരം? അതുകൊണ്ട് ഞങ്ങൾ ഇത്തവണ നിങ്ങളെ തോൽപ്പിക്കും എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയമാണ് ഇവർക്കുള്ളത്. എന്താണ് ഇവിടെ രാഷ്ട്രീയം എന്ന് മനസ്സിലാകുന്നില്ല. അതൊക്കെ നമുക്ക് കണ്ടറിയാം. ഹരിപ്പാടൊക്കെ എന്നൊക്കെ പറയുന്നത് നമുക്കറിയാമല്ലോ. ചെന്നിത്തല കഴിഞ്ഞ കുറെ തവണയായിട്ട് മത്സരിക്കുന്ന മണ്ഡലമാണ്. മികച്ച ഭൂരിപക്ഷത്തിൽ ഓരോ തവണയും ജയിക്കുന്ന മണ്ഡലമാണ്. അവിടെ ഈ പറഞ്ഞതുപോലെ ചെന്നിത്തലയെയും തൊടാമെന്ന് BJP വിചാരിക്കേണ്ട. എന്തായാലും BJPയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം അവര് തുറന്നു പറഞ്ഞ മാധ്യമങ്ങളിലൂടെയാണ് അത് വരുന്നത്. RSSന്റെ BJPയുടെ എന്ന് പറഞ്ഞാൽ RSSന്റെ ലക്ഷ്യമാണത്. RSS ഇത്തരത്തിൽ ചില ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് BJP നടപ്പാക്കും എന്നതാണ് വാർത്തകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാഭാവികമായിട്ടും RSSന്റെ ഒരു പാർട്ടിയാണല്ലോ BJP എന്ന് പറയുന്നത്. അവര് തുറന്ന് സമ്മതിക്കുന്നില്ലെങ്കിൽ പോലും RSSന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളെല്ലാം നടപ്പിലാക്കുക എന്നതാണ് BJP എന്ന് പറയുന്ന പാർട്ടിയുടെ ലക്ഷ്യം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ വരുന്നത്. എന്തായാലും ഇപ്പറയുന്ന പോലെ CPM BJP അന്തർധാര, അതാണ് നമ്മൾ ഇതിനകത്ത് കാണേണ്ടത്. അവരിപ്പോൾ കോൺഗ്രസിനെ ചില സ്ഥാനാർത്ഥികൾ ഈ കാരണങ്ങളൊക്കെ പറഞ്ഞ് തോൽപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ പോലും അതിന്റെ ഒരു മെയിൻ കാര്യമെന്ന് പറയുന്നത് ഇതാണ്. CPM BJP അന്തർധാരയ്ക്ക് തങ്ങൾക്ക് എന്താ പറയുക, CPM അന്തർധാരയ്ക്ക് തങ്ങൾക്ക് മടിയില്ല എന്ന് അവർ തുറന്ന് സമ്മതിക്കുന്ന ഒരു കാഴ്ചയാണ്. അതാണ് നമ്മൾ 2026 തെരഞ്ഞെടുപ്പിൽ കാണാൻ പോകുന്നത്. കോൺഗ്രസും UDFും കൂടുതൽ ജാഗരൂകരായി ഇരിക്കേണ്ട ഒരു ഘടകം അതാണ്. ഏത് സാഹചര്യത്തിലും CPM-ഉമായിട്ട് ചേർന്നുകൊണ്ട് കോൺഗ്രസിനെ തകർക്കുക അതാണ് ഈ പറയുന്ന പോലെ. BJP എന്താ പറയുന്നത്? കോൺഗ്രസ് മുക്ത ഭാരതം എന്നാണ് നരേന്ദ്രമോദി പറയുന്നത്. ഇവിടെയും അവർ പറയുന്നത് കോൺഗ്രസ് മുക്ത കേരളം. CPM-ഉം അത് തന്നെയാണ് പറയുന്നത്, കോൺഗ്രസിനെ ഇല്ലാതാക്കുക, കേരളത്തിൽ ഇല്ലാതാക്കുക. അപ്പോൾ അവരുടെ രണ്ടുപേരുടെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ്. അപ്പോൾ അവര് ഒന്ന് ചേരുന്നതിൽ നമുക്ക് അത്ഭുതമൊന്നുമില്ല. അത് നമുക്ക് 2026 തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിയും. ഒപ്പം ഈ പറയുന്ന പോലെ BJP ലക്ഷ്യം വെക്കുന്നത് ഒരു തവണ കൂടി CPM-നെ അധികാരത്തിൽ ഏറ്റിക്കഴിഞ്ഞാല് കോൺഗ്രസ് മൂന്നാം പ്രതിപക്ഷത്ത് വീണ്ടും ഇരിക്കേണ്ട ഒരു സാഹചര്യം വരും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് അല്ലെങ്കിൽ UDF ഛിന്ന ഭിന്നമാകും. അങ്ങനെ കോൺഗ്രസ് കേരളത്തിൽ ഇല്ലാതാകും. ആ ഭാഗത്തേക്ക് ആ ഒരു പൊസിഷനിലേക്ക് ഞങ്ങൾക്ക് കയറി വരാം എന്നതാണ് BJP ലക്ഷ്യം വെക്കുന്നത്. മൂന്നാമതിന് ഭരണം ലഭിച്ചാല് ഇടതുപക്ഷം ഇല്ലാതാകും. തീർച്ചയായിട്ടും അത് വേറൊരു വിഷയമാണത്. മൂന്നാമത്തെ തവണ നമുക്കറിയാം തുടർച്ചയായിട്ട് ഭരണം ഭരിച്ച ബംഗാളും ത്രിപുരയൊക്കെ എന്താണ് അവസ്ഥ എന്ന് നമുക്ക് അറിയാം, നമ്മുടെ മുന്നിലുള്ളതാണ്. അപ്പോൾ BJP അതാണ് ലക്ഷ്യം വെക്കുന്നത്. അവരെ ജയിപ്പിച്ച് ഒന്ന് കയറ്റി കഴിഞ്ഞാല് രണ്ടും നേടിയെടുക്കാം. കോൺഗ്രസിനെ ഇല്ലാതാക്കാം, CPM-നെ ഇല്ലാതാക്കാം എന്നൊരു ലക്ഷ്യമാണ് BJP നോക്കുന്നത്. എന്തായാലും 2026 തെരഞ്ഞെടുപ്പിൽ ഇത്തരം ഒരു അന്തർധാര ഉണ്ടാകുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. കാരണം കോൺഗ്രസിനെ തകർക്കുക എന്നുള്ളതാണല്ലോ ലക്ഷ്യം. അതുകൊണ്ട് കോൺഗ്രസ് ഇക്കാര്യത്തിൽ വളരെ ജാഗരൂകരായി തന്നെയായിരിക്കും മുന്നോട്ട് പോവുക. അതിനെ നേരിടാനുള്ള തന്ത്രങ്ങളൊക്കെ തന്നെ VD സതീശന്റെയും മണ്ഡൽ പ്രകാശിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഉണ്ടാകും. അവരുടെ അണിയറയിൽ അവരും ഈ പണിയൊക്കെ തുടങ്ങിയിട്ട് കുറെ നാളായല്ലോ. പുതിയ ആൾക്കാരൊന്നുമല്ലല്ലോ, ചില്ലറ ആൾക്കാരൊന്നുമല്ലല്ലോ സതീശനും ചെന്നിത്തലയും ഈ പറയുന്ന സണ്ണി ജോസഫും അടൂർ പ്രകാശും ഒന്നും. അവർക്കും അറിയാം ഇതിനെയൊക്കെ എങ്ങനെ പ്രതിരോധിക്കണം, എങ്ങനെ ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് ജയിച്ചു വരണം എന്നുള്ളത്. അത് നമുക്ക് 2026 തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിയും.